ിന് മുന്നിൽ ദയാൻ റൂമി. യാത്രകൾക്കിടയിൽ ഒരു വഴിയമ്പലത്തിലെന്ന പോലെ കനിവുള്ള സംഗീതവുമായി പ്രിയപ്പെട്ടവനാകുന്നു ഈ സൂഫി. അവനാണ് എൻ്റെ പുതിയ സിനിമയുടെ സംഗീത സംവിധായകൻ. പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ, ഈ ചില്ലുപാത്രം നിറയെ. കൊള്ളാം. കൊള്ളാം. പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ. ഒന്ന് പിടിച്ചേ. പകരുക നീ, പകരുക നീ, പകരുക നീ അനുരാഗമാം വിഷം ഈ ചില്ലുപാത്രം നിറയെ, ചില്ലുപാത്രം നിറയെ. ആഹ്, പകരുക നീ, പകരുക നീ അനുരാഗമാ വിഷം ഈ ചില്ലുപാത്രം നിറയെ, ഈ ചില്ലുപാത്രം നിറയെ. പകരുക നീ, പകരുക നീ അനുരാഗമാ വിഷം ഈ ചില്ലുപാത്രം നിറയെ, ഈ ചില്ലുപാത്രം നിറയെ. പകരുക നീ, പകരുക നീ അനുരാഗമാ വിഷം ഈ ചില്ലുപാത്രം നിറയെ, ഈ ചില്ലുപാത്രം നിറയെ. തുറക്കുക ജാലകവാതിൽ പ്രിയേ, കാണട്ടെ അകലെ മരച്ചില്ലയിൽ. തുറക്കുക ജാലകവാതിൽ പ്രിയേ, കാണട്ടെ അകലെ മരച്ചില്ലയിൽ. ഓ കാണട്ടെ അകലെ മരച്ചില്ലയിൽ. ആരോ കൊളുത്തിയ, ആരോ കൊളുത്തിയ തിങ്കൾ വിളക്ക്. പകരുക നീ, പകരുക നീ പറയുവാൻ നേരമായി യാത്രാമൊഴി, യാത്രാമൊഴി.
നിൻ വിരലുകളാൽ ചേർത്തടയ്ക്കുക നീ നിൻ വിരലുകളാൽ ചേർത്തടയ്ക്കുക നീ ഞാൻ നിന്നെ കണ്ട കണ്ണുകൾ ഞാൻ നിന്നെ കണ്ട കണ്ണുകൾ നീ കടം തന്ന കാഴ്ചകൾ പകരുക നീ അനുരാഗമാ വിഷം ഈ ചെല്ലുപാത്രം നിറയെ ഈ ചെല്ലുപാത്രം നിറയെ എഴുത്ത് ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. വിശ്വനാഥൻ്റെ ക്യാരക്ടറിനെ കൊല്ലണോ വേണ്ടയോ എന്ന കൺഫ്യൂഷൻ. ഒരു സ്ത്രീ സാന്നിധ്യം ആഗ്രഹിച്ചിരിക്കുമ്പോൾ പിന്നിൽ ക്യൂട്ടിക്കുറ പൗഡറിൻ്റെ ഗന്ധം. ഉഷ പാർത്ഥസാരഥി എന്ന ഹോമിയോ ഡോക്ടർ. ഞാൻ ഉഷ. വിളിച്ചിരുന്നു ഇന്നലെ, വരാൻ പറഞ്ഞിരുന്നു. ആ ആ ഇരിക്കൂ. ആ കട്ടിൽ ഇരിക്കാനും കൊള്ളാം. അല്ല വേണ്ട, ഞാൻ നിന്നോളാം. എന്താ വന്നത്? ഒന്നുമില്ല, ഒന്ന് കാണാൻ. എന്തിന്? ഒന്നിനുമല്ല, വെറുതെ. വെറുതെ കണ്ടിട്ട്? എനിക്ക് പടങ്ങളൊക്കെ, താങ്കളുടെ ഫിലിംസ് വലിയ ഇഷ്ടമാണ്. എന്നാ പിന്നെ പടങ്ങൾ കണ്ടാ പോരെ? എന്നെ എന്തിനാ കാണുന്നത്? എന്നോടൊരു ആകർഷണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഐ മീൻ ശാരീരികമായൊരു അട്രാക്ഷൻ. അയ്യേ ഇല്ല. എന്താ ഈ പറയുന്നേ? ഓക്കെ ഓക്കെ, ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ഈ കട്ടിലേക്ക് ക്ഷണിക്കാൻ. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ I'm afraid. I want to make love to you. Hey, no. ആ പാവം ഹോമിയോ ഡോക്ടറോട് എന്തിനാണ് അന്ന് അങ്ങനെ പെരുമാറിയതെന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ആ തിരക്കഥ പൂർത്തിയാക്കാൻ ഒരു മേനിയാക്കിൻ്റെ ഭാവം എന്നിലേക്ക് ആവാഹിക്കേണ്ടിയിരുന്നോ? ഏയ്, അതൊക്കെ ചുമ്മാ ഒരു രക്ഷപ്പെടൽ ഫിലോസഫി. പെട്ടെന്നുണ്ടായ ഒരു സെക്ഷൽ അർജ്. തീയാടി നമ്പ്യാരുടെ തായമ്പക പോലെ ആസുരഛായുള്ള ഒരു പെരുക്കം. ഏറ്റവും സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെ. പക്ഷെ പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, ആ റോനെസ്, ആ ബാബേറിയൻ ഇൻവേഷൻ, അതാണ് അവളെ വീണ്ടും ഡാഫഡിൽസിൽ എത്തിച്ചതെന്ന്. ഫോർ എ ഹോമിയോ ഡോക്ടർ നിങ്ങളൊരു റെവലേഷനാണ്. ഹോമിയോ ഡോക്ടർമാർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതാണ്, എന്തെങ്കിലും ഒരു കുഴപ്പം വേണം, ഒരു വിക്കഡ് ഏരിയ. എങ്കിലേ ഇതിലൊരു മത്സരത്തിൻ്റെ രസം വരൂ. You are a pervert. No perversions, my dear. Only versions. എന്താ സംശയം? നിങ്ങളും മോശമല്ല. പക്ഷെ നിങ്ങളുടെ സോ കോൾഡ് പെർവേഷനിൽ ഒരു വിഷാദമുണ്ട്. ദാറ്റ് കിൽസ് ദ പാർട്ടി. ഇനി നിങ്ങൾ വിളി നിർത്തിക്കൂടെ? പാടില്ല. നീ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തതായി തോന്നും. അടുക്കും തോറും ബോറടിക്കും. അകന്ന് സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൽ ഒരു വല്ലാത്ത റൊമാൻസ് ഉണ്ട്. ആൻ അമോറസ് അപ്പീൽ. അപ്പോ ഭാര്യയോടുള്ള സ്നേഹം? എൻ്റെ മക്കളുടെ അമ്മ എന്ന ആദരവ്. എനിക്ക് അവരോട് ഭക്തിയാണ്, പ്രണയമല്ല. ആരെന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, എൻ്റെ പരസ്ത്രീ ബന്ധങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലും ഷി വോണ്ട് ബിലീവ്. കണ്ണുകൾക്ക് തെറ്റിയതാണെന്ന് പറയും. എന്നെ ഭയപ്പെടുത്തുന്നൊരു ഫെയ്ത്താണത്. ഞാൻ അങ്ങ് കുഴഞ്ഞു പോകുന്നൊരു ട്രസ്റ്റ്.
ഞാനും ഒരു ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ചേരും. ഹാ, 11:30 മണിക്ക് കാണാന്ന് പറഞ്ഞിട്ട് നീ ഇതിനകത്ത് കയറി അടയിരിക്കണോടി? അറിയില്ലേ മാധവൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ. ഉഷ പൊക്കോളൂ. തനിക്ക് ഇവരെ അറിയാമോ? അങ്ങനെ പാർത്ഥൻ ചേട്ടൻ മരിച്ചപ്പോ 2 വഴികളായിരുന്നു മുന്നിൽ. ഒന്നുകിൽ ഇതടച്ചിട്ട് പ്രാക്ടീസ് തുടരുക, അല്ലെങ്കിൽ പ്രാക്ടീസ് നിർത്തി ഈ ഫസ്റ്റ് ചോയ്സിൽ ഫുൾ ടൈം ഇൻവോൾവ് ആവുക. ജീവിക്കാൻ ഇതുതന്നെയായിരുന്നു പ്രാക്ടിക്കൽ. സിദ്ധാർത്ഥൻ സാറും ഞാനും തമ്മിലുള്ള പരിചയം. Now, let me put you at ease. അച്ഛൻ്റെ ഡയറികളിൽ നിന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും എന്ത് തരം ബന്ധമായിരുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. ആദി, ഹേയ്, നോ അപ്പോളജീസ്. അച്ഛൻ്റെ വിവാഹേതര ബന്ധങ്ങൾ ഒരു സ്റ്റിഗ്മയായി കാണുന്ന മകനൊന്നുമല്ല ഞാൻ. സത്യം പറഞ്ഞാൽ ആ ബന്ധങ്ങളോടുള്ള യാത്രയിൽ ഒരു വൈക്കേരിയസ് പ്ലഷർ എനിക്കുണ്ട്. അറിയേണ്ടത് ഒരു ടെലിഫോൺ കോളിനെ കുറിച്ചാണ്. അച്ഛന് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കോൾ. ഓ, യു ടു സ്റ്റംബിൾഡ് അപ്പോൺ ഇറ്റ്. എന്നെ ഒരുപാട് അസ്വസ്ഥമാക്കിയ കോൾ. നോട്ട് ഔട്ട് ഓഫ് ജെലസി, പക്ഷേ സിദ്ധൻ ആ കോളിന് കൊടുത്ത പ്രാധാന്യം, കൺസിഡറേഷൻ. അദ്ദേഹം ആ വിളിക്കുന്ന കുട്ടിയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും